ഹലോ ഓൾ, വെൽക്കം ടു എക്സ് ആൻഡ് വൈ ലേണിംഗ് ക്ലാസ് 9 ചാനൽ. നമ്മൾ 9th ഒളിമ്പ്യാഡ് എക്സാമിൻ്റെ വേണ്ടിയിട്ടുള്ള കോച്ചിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് ഒരുപാട് വീഡിയോസ് നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ പ്ലേലിസ്റ്റിൽ പോയാലും നിങ്ങൾക്ക് മിഷൻ ഒളിമ്പ്യാഡ് എന്ന് പറയുന്ന ഒരു പ്ലേലിസ്റ്റ് കാണാം. അതിലെല്ലാ സബ്ജക്റ്റിലെയും ഹയർ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മുടെ ടീം ഡിസ്കസ് ചെയ്ത് നമ്മുടെ ടീച്ചേഴ്സ് ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാം. അപ്പോൾ 9th 2 വീഡിയോസ് ഇതിന് മുൻപ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. 2 എപ്പിസോഡ്സ് ഒളിമ്പ്യാഡ് സീരീസിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇത് 3ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. A particle is moving along the x-axis with uniform acceleration. അപ്പോൾ 9th നിങ്ങൾ മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണിത്. യൂണിഫോം ആക്സിലറേഷൻ ആയിട്ട് എക്സ് ആക്സിസിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അറ്റ് ദ ഇൻസ്റ്റൻറ്റ് t ഈക്വൽ ടു 2 seconds. അപ്പോൾ t ഈക്വൽ ടു 2 seconds എത്തി നിൽക്കുമ്പോൾ ഇറ്റ്സ് വെലോസിറ്റി ഈസ് 10 meter per second ആൻഡ് അറ്റ് t ഈക്വൽ ടു 6 seconds ഇറ്റ്സ് വെലോസിറ്റി ഈസ് -2 meter per second. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ആ 4 ഓപ്ഷൻസ് വായിച്ചിട്ട് ഏതാണ് കറക്റ്റ്, ഒരൊറ്റെന്ന് മാത്രമേ ശരിയുള്ളൂ. ഇവിടെ കണ്ടോ, അതായത് ഈ ഒരു പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും എന്താണ്, t ഈക്വൽ ടു 0. നമ്മൾ സ്റ്റാർട്ടിംഗ് പോയിന്റ് ആയിട്ട് നമ്മൾ എപ്പോഴും പറയുന്നത് എന്താണ്, t ഈക്വൽ ടു 0. അതാണ് നമ്മുടെ ഒറിജിൻ അല്ലെങ്കിൽ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പോൾ t ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു സമയത്തിൽ നമ്മുടെ ഈ ഒരു ഒബ്ജക്റ്റ് മൂവ് ചെയ്യാൻ തുടങ്ങുകയാണ്. എന്നിട്ട് ആദ്യത്തെ ഇൻഫർമേഷൻ ക്വസ്റ്റ്യനിൽ തരുന്നത് എന്തിനെ പറ്റിയാണ്, അറ്റ് ദി ഇൻസ്റ്റൻറ്റ് t ഈക്വൽ ടു 2 seconds. അപ്പോൾ 2 സെക്കൻഡ് ആയപ്പോൾ 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 2 seconds ആയപ്പോൾ ഇതിൻ്റെ വെലോസിറ്റി എത്ര ആയിട്ടുണ്ട്, 10 meter per second ആയിട്ടുണ്ട്. വെലോസിറ്റിയാണ്, സ്പീഡല്ല. 10 meter per second ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് t ഈക്വൽ ടു 6 seconds ആയപ്പോൾ v ഈക്വൽ ടു എത്ര ആയിട്ടുണ്ട്, -2 meter per second ആയിട്ടുണ്ട്. ഇതാണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്. മനസ്സിലായോ? ക്വസ്റ്റ്യനിൽ പറയുന്ന സിറ്റുവേഷൻ ക്ലിയർ ആണല്ലോ. ഇനി ഓപ്ഷൻസ് വായിച്ചു നോക്കാം. The particle has not changed direction in between t equal to 2 and t equal to 6 seconds. ഇതാണ് ഒന്നാമത്തെ ഓപ്ഷൻ. രണ്ടാമത്തത്, the particle is momentarily at rest at t equal to 3.3 seconds. The acceleration of the particle is positive എന്ന് പറഞ്ഞിട്ടുണ്ട്. The velocity of the particle at t equal to 3 seconds is 4 meter per second എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ള 4 ഓപ്ഷൻസ് ആണ്. മേ ബി 4ഉം ശരിയാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയാണുള്ളത്. അപ്പോൾ കുറച്ച് വെറൈറ്റി ക്വസ്റ്റ്യൻ ആണ്. തീർച്ചയായിട്ടും ഹയർ ലെവൽ വരുന്ന എക്സാമിന്, ഒളിമ്പ്യാഡ് പോലുള്ള എക്സാംസിനൊക്കെ ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ഈ ജേർണി മനസ്സിലാക്കണം. t ഈക്വൽ ടു 0-ലാണ് നമ്മുടെ പാർട്ടിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. t ഈക്വൽ ടു 2-ലെത്തിയപ്പോൾ 10 meter per second ആണ് വെലോസിറ്റി. പോസിറ്റീവ് ഡയറക്ഷനിലാണ് അത് പോയിക്കൊണ്ടിരിക്കുന്നത്. എക്സ് ആക്സിസിലാണ് നമ്മുടെ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്നത്. ഇനി t ഈക്വൽ ടു 6 seconds എന്ന് വെച്ചാൽ 4 seconds കഴിഞ്ഞപ്പോൾ, അതാണ് ഇവിടെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം. 6 സെക്കൻഡ്സിലെ ഇൻഫർമേഷനാണ്. t ഈക്വൽ ടു 6, സമയം 6 seconds ആയപ്പോൾ ഉള്ള ഇൻഫർമേഷനാണ് തന്നത്. പക്ഷേ തൊട്ട് മുന്നത്തെ 10 meter per second എന്ന് പറയുന്ന വെലോസിറ്റിയുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ 4 seconds ആണ് ഈ ഒരു ജേർണി ടൈം എടുത്തിട്ടുള്ളത്. t ഈക്വൽ ടു 2 മുതൽ t ഈക്വൽ ടു 6 വരെ 4 secondsൻ്റെ ജേർണിയാണ് നടന്നിട്ടുള്ളത്. ഓക്കെ, യെസ്. ഇനി പാർട്ടിക്കിൾ ഹാസ് നോട്ട് ചേഞ്ച്ഡ് ഡയറക്ഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, t ഈക്വൽ ടു 2-ൽ +10 meter per second ആയിരുന്നു വെലോസിറ്റി. t ഈക്വൽ ടു 6 എത്തിയപ്പോൾ v ഈക്വൽ ടു -2 meter per second ആയിട്ടുണ്ട്. വെലോസിറ്റിയുടെ വാല്യൂ നെഗറ്റീവ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, ഡയറക്ഷൻ ഓഫ് ദ പാർട്ടിക്കിൾ റിവേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ പാർട്ടിക്കിൾ ഹാസ് നോട്ട് ചേഞ്ച്ഡ് ഡയറക്ഷൻ എന്നുള്ളത് തീർച്ചയായിട്ടും എന്താണ്, തെറ്റാണ്. അത് റോങ് ആണ്, നമുക്ക് ഈസി ആയിട്ട് പറയാം. സോ ഓപ്ഷൻ എ എന്നുള്ളത് നമുക്ക് റോങ് ആയിട്ട് ഇപ്പോൾ തന്നെ ഒഴിവാക്കി കളയാം. ഓക്കെ, ഇനി രണ്ടാമത്തെ ഓപ്ഷൻ, the particle is momentarily at rest at t equal to 3.3 seconds. എപ്പോഴാണ് ഈ പാർട്ടിക്കിൾ റെസ്റ്റിലെത്താന്ന് കണ്ടുപിടിക്കണം. അതെങ്ങനെ ചെയ്യും, എങ്ങനെ ഈ പാർട്ടിക്കിൾ റെസ്റ്റിലെത്തുമെന്ന് നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം. റെസ്റ്റിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ, വെലോസിറ്റി 0 ആവുകയാണ് അല്ലേ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാം. സോ അറ്റ് റെസ്റ്റ്, അവിടെ നിങ്ങൾ ആലോചിക്കേണ്ട ഒരു കാര്യം ഇത്രേ ഉള്ളൂ. റെസ്റ്റിലെത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി 0 ആയിരിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിതാ ചെയ്യാൻ പോകുന്നത് ഇത്രയേ ഉള്ളൂ. ഈ ഒരു ഇനീഷ്യൽ വാല്യൂ ഉണ്ടല്ലോ, t ഈക്വൽ ടു 2 seconds-ൽ 10 meter per second ആണെന്നുള്ള വാല്യൂ, അത് ഇനീഷ്യൽ വെലോസിറ്റിയായി എടുത്തുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാണ്, ക്വസ്റ്റ്യൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. 10-ൽ നിന്ന് -2-ലേക്ക് വെലോസിറ്റി ഡ്രോപ്പ് ചെയ്യുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഇടയ്ക്ക് 0-ൽ എത്തുന്ന ഒരു പോയിന്റ് ഉണ്ടായിരിക്കും. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കണ്ടുപിടിക്കേണ്ടത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഞാനിവിടെ ഇത് ചെയ്യാൻ പോവാണ്. എനിക്ക് വേണ്ടത് ടൈമാണ്. നമുക്ക് ഇനീഷ്യൽ വെലോസിറ്റി 10 ആണെന്നറിയാം. ഫൈനൽ വെലോസിറ്റി 0 എത്തുന്ന ടൈമാണ് വേണ്ടത്. സോ തീർച്ചയായിട്ടും നമ്മൾ v ഈക്വൽ ടു u + at എന്ന് പറയുന്ന ഇക്വേഷനാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അവിടെ 0-ൽ എത്തുന്ന ടൈമാണ് എനിക്ക് വേണ്ടത്. സ്റ്റാർട്ടിങ് ഫ്രം 10 meter per second ആണ് ഇനീഷ്യൽ വെലോസിറ്റി പ്ലസ് a × t. പക്ഷെ അവിടെയാണ് ഒരു പ്രശ്നം പറ്റുന്നത്, a നമ്മുടെ കയ്യിലില്ല. ആക്സിലറേഷൻ്റെ വാല്യൂ നമ്മുടെ കയ്യിൽ ഇല്ല. അപ്പോൾ ആദ്യം ഈ ക്വസ്റ്റ്യൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആക്സിലറേഷൻ വേണം. വെലോസിറ്റി ചേഞ്ച് ചെയ്യുന്നുണ്ട്. സോ ഡെഫിനറ്റ്ലി ഇവിടെ എന്തുണ്ട്, ആക്സിലറേഷൻ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം.
ആക്സിലറേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം? അതിന് വേണ്ടിയിട്ടാണ് 2 പോയിന്റുകൾ കൃത്യമായിട്ട് തന്നിട്ടുണ്ട്. ഇനീഷ്യൽ ടൈം, ഫൈനൽ ടൈം, ഇനീഷ്യൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈസി ആയിട്ട് എന്ത് കണ്ടുപിടിക്കാം? ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ആക്സിലറേഷൻ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? v - u/t എടുത്തിട്ടാണ്. ഇനീഷ്യൽ സ്പീഡ് അല്ലെ ഫൈനൽ സ്പീഡ് മൈനസ് ഇനീഷ്യൽ സ്പീഡ് ബൈ ടൈം ടേക്കൺ. ഫൈനൽ സ്പീഡ് എത്രയാണ്? ഈ തന്ന 2 പോയിന്റുകൾക്കിടയിൽ നമ്മൾ ഫൈനൽ സ്പീഡ് നോക്കുകയാണെങ്കിൽ -2 ആണ്. ഓക്കെ, -2 മൈനസ് ഇനീഷ്യൽ സ്പീഡ് ഓഫ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടാവും 10 ആണ്, ഡിവൈഡഡ് ബൈ അതിനിടയ്ക്കുള്ള ടൈം എത്രയാണെന്ന് നോക്കേണ്ടത്. 2 മുതൽ 6 വരെ എടുത്ത സമയം അത് എത്രയാണ്? 4 സെക്കൻഡ്സ് ആണ്. അല്ലാതെ നിങ്ങൾ അവിടെ 6 അല്ല കൊടുക്കേണ്ടത്, അവിടെ കൊടുക്കേണ്ടതാണ് എമൗണ്ട് ഓഫ് ടൈം ടേക്കൺ ആണ്, അത് 4 സെക്കൻഡ്സ് ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? 6 - 2 എന്ന് എഴുതാം, കുറച്ചും കൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും. 6 - 2. അപ്പോൾ ഇതിൻ്റെ ആൻസർ -12 ഡിവൈഡഡ് ബൈ 4 എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു -3 m/s² ആണ് ആൻസർ. ഇതാണ് ആക്സിലറേഷൻ്റെ വാല്യൂ. ക്ലിയർ ആണോ? ഇതാണ് ആക്സിലറേഷൻ്റെ വാല്യൂ. അപ്പോൾ അത് നെഗറ്റീവാണ് ഒബ്വിയസ്ലി, കാരണം വെലോസിറ്റി ഡിക്രീസ് ചെയ്ത് നെഗറ്റീവിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ആക്സിലറേഷൻ എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് മൂന്നാമത്തെ ഓപ്ഷൻ ഒന്ന് വായിച്ച് നോക്കാം. ആക്സിലറേഷൻ ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് പോസിറ്റീവ്. ആ ഓപ്ഷനും തെറ്റല്ലേ? കാരണം ആക്സിലറേഷൻ നെഗറ്റീവ് ആണെന്ന് നമുക്കിപ്പോൾ ഓൾറെഡി കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓപ്ഷൻ സി എന്താണ്? റോങ് ആണ്. ഓപ്ഷൻ ബി ആണ് നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരുന്നത്, അത് തന്നെ നമുക്ക് കംപ്ലീറ്റ് ആക്കാം. അപ്പോൾ അത് ചെയ്യാൻ വേണ്ട ആക്സിലറേഷൻ്റെ വാല്യൂ ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. സോ ഇനി നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യാണ്. 0 = 10 + -3 × ടൈം എന്ന് വരും. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 10 = എത്ര വരും? 3 × ടൈം എന്ന് വരും. അപ്പോൾ ടൈം = 10/3 or 3.3 m/s എന്ന് കിട്ടും. സോറി, m/s അല്ല, 3.3 സെക്കൻഡ്സ്. ഓക്കെ, 3.3 സെക്കൻഡ്സ്. അതായത് t = സമയം നമ്മൾ എവിടുന്നാണ് സ്റ്റാർട്ട് ചെയ്തത്? 0-ൽ നിന്നാണ് പാർട്ടിക്കിൾ ജേർണി സ്റ്റാർട്ട് ചെയ്തത്. 2 സെക്കൻഡ്സ് ആയപ്പോൾ 10 m/s വെലോസിറ്റി വന്നു. 6 സെക്കൻഡ്സ് ആയപ്പോൾ -2 m/s സമയം വെലോസിറ്റി വന്നിട്ടുണ്ട്. അതിനിടക്ക് t = 3.3 m/s ആകുമ്പോൾ വെലോസിറ്റി എത്രയായിട്ടുണ്ടാകും? 0 വെലോസിറ്റി ആയിട്ടുണ്ടാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം. മൊമെൻ്ററിലി അറ്റ് റെസ്റ്റ്, ഒരു മൊമെൻറ്റിന് ചെറിയൊരു മൊമെൻറ്റ് നേരത്തേക്ക് അത് റെസ്റ്റിലെത്തിയിട്ടുണ്ടാകും. ഇത് ഏതുപോലെയാണെന്ന് അറിയാം? നമ്മുടെ ഒരു പാർട്ടിക്കിൾ നമ്മൾ വെർട്ടിക്കലി അപ്വേർഡായിട്ട് ത്രോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മാക്സിമം ഹൈറ്റിൽ ഫോർ എ സിംഗിൾ മൊമെൻറ്റ് അത് റെസ്റ്റിലായിരിക്കും, എന്നിട്ടാണ് തിരിച്ച് താഴേക്ക് വരുന്നത്. ഓക്കെ, സിമിലർ ക്വസ്റ്റ്യൻ ആണ്. സോ കറക്റ്റ് ആൻസർ ഓപ്ഷൻ ബി ആണ്. ഓപ്ഷൻ ഡി നിങ്ങൾ വായിച്ച് നോക്കുക. വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ അറ്റ് t = 3 seconds ഈസ് 4 m/s എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് റോങ് ആണ്, കാരണം ഒരു ആൻസറേ കറക്റ്റ് ഉള്ളൂ, അത് ബി ആണ്. പക്ഷേ ഡി റോങ് ആണ്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ക്വസ്റ്റ്യൻ കുറച്ച് ഫെർദർ സ്റ്റെപ്പ് മുന്നോട്ട് പോയിട്ട് അറ്റ് t = 3 സെക്കൻഡ്സിലുള്ള വെലോസിറ്റി 4 അല്ല, എത്രയാണെന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ട് കമൻറ്റിൽ പറയണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന അത്ര എളുപ്പമില്ല. അതിലൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷൻ യൂസ് ചെയ്യുമ്പോൾ അവിടുത്തെ ടൈം നിങ്ങൾ ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾ ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് v = u+at യൂസ് ചെയ്യും. ഇനീഷ്യൽ സ്പീഡായിട്ട് 10 നമ്മൾ എടുക്കും. ആക്സിലറേഷൻ്റെ വാല്യൂ അറിയാം. t = അവിടെ 3 സെക്കൻഡ്സ് കൊടുക്കാൻ പാടില്ല. കാരണം ഇതെന്താണെന്നറിയാം? ഇത് 0 മുതൽ പോകുന്ന ടൈമിൻ്റെ വാല്യൂ ആണിത്. നമ്മൾ ഇക്വേഷൻ ഓഫ് മോഷനിൽ കൊടുക്കുന്ന ടൈം എന്താണ്? എമൗണ്ട് ഓഫ് ടൈം ടേക്കൺ ഫോർ ദ ജേർണി ആണ്. സോ ഈ t = 2 എന്ന് പറയുന്ന പോയിന്റിൽ നിന്നും t = 3 എന്ന് പറയുന്ന പോയിന്റിലേക്ക് എടുക്കുന്ന സമയം 1 സെക്കൻഡ് ആണ്. സോ ഡി ഓപ്ഷൻ നിങ്ങൾ ചെക്ക് ചെയ്യുമ്പോൾ ഡിനോമിനേറ്ററിൽ എമൗണ്ട് ഓഫ് ടൈം ടേക്കൺ എന്ന് പറഞ്ഞാൽ 2 മുതൽ 3 വരെയുള്ള സമയം വിച്ച് ഇസ് 1 സെക്കൻഡ് ആണ് കൊടുക്കേണ്ടത്, അല്ലാതെ 3 അല്ല. ഓക്കെ, അപ്പോൾ അത് ഉപയോഗിച്ചിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ആൻസർ എത്രയാണ്, കറക്റ്റ് എത്ര വെലോസിറ്റി ആയിരിക്കും, 3 സെക്കൻഡ് എന്ന് പറയുന്ന ആ ഒരു സമയം എത്തുമ്പോൾ എത്ര വെലോസിറ്റി ആയിട്ടുണ്ടാകും എന്നുള്ളത് കമൻറ്റിൽ അറിയിക്കാം. ഓക്കെ.